Good afternoon. Good afternoon, ma'am. Okay, good afternoon. ഊണൊക്കെ കഴിഞ്ഞ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ചോ? Okay, Soumya, good afternoon. Madam, food കഴിച്ചോ? കഴിച്ചു. ഓക്കെ, ഇത് കഴിച്ചിട്ടില്ല. എന്താണ് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നൊന്നുമില്ലേ? ന്യൂ ഇയർ സെലിബ്രേഷൻ ഒന്നുമില്ലേ? ന്യൂ ഇയർ ആയിട്ട് ഞങ്ങള് ബീച്ചിൽ പോവാൻ നിക്ക. ബീച്ചിൽ പോകുന്ന ബീച്ചിലൊക്കെ പോകുന്ന അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവൽ അല്ലേ? ശരി. ഓക്കെ സൗമ്യ, അനു, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കട്ടെ. പുതിയൊരു വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഓരോ വർഷം വരുമ്പോഴും നമുക്ക് പുതിയ പ്രതീക്ഷകളാണ് അല്ലെ. ഈ വർഷം നമുക്ക് നല്ലതൊക്കെ വരുമെന്ന് വിചാരിക്കാം അല്ലെ. ഓക്കെ, ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് അല്ലെ. ഓക്കെ, ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എങ്ങനെയായിരിക്കും എന്തോ പുതിയ വർഷം. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചത് ന്യൂറോളജി അല്ലെ. ന്യൂറോളജി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അതിന്റെ ഒരു കുറച്ച് ഭാഗം കൂടെ നമുക്ക് പെൻഡിങ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തൊട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ ആണല്ലോ? റെഡി അല്ലേ എല്ലാവരും? നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ. ന്യൂറോളജി അല്ലെ. ന്യൂറോളജി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്ത് പറയാം, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് ന്യൂറോളജി എന്ന് പറയാം. ഓക്കെ, പിന്നെ ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവര് ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അത് കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് കമ്പോണൻസ് ആണ് കേട്ടോ. കമ്പോണൻസ് ഓഫ് ദ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫങ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ, റിഫ്ലെക്സസ്, കോർഡിനേഷൻ ആൻഡ് ഗെയിറ്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ന്യൂറോളജിക്കൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ കമ്പോണൻസുകളാണ് അതിനകത്ത് വരുന്നത്? ഒന്ന്, അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫങ്ഷൻ. കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മ, നമ്മുടെ ബുദ്ധി, നമ്മൾ പഠിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെ. അതുപോലെ നമ്മള് പല കാര്യങ്ങളും നമ്മൾ ജഡ്ജ്മെന്റ് നടത്തുന്നു. ഇതൊക്കെ എന്താണ്? നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസുകളുടെ പരിശോധന. പിന്നെ മോട്ടോർ സ്ട്രെങ്ത്, നമ്മുടെ ചാലകശേഷി, നമുക്ക് മൂവ് ചെയ്യാനും നമുക്ക് എന്താണ് കൈകാലുകൾ കനക്കാനും ചലിപ്പിക്കാനും ഒക്കെ നമ്മൾ സാധിക്കുന്ന ആ ഒരു നമ്മുടെ ചാലകശേഷി അല്ലെ, മോട്ടോർ സ്ട്രെങ്ത്. പിന്നെ എന്താണ്? സെൻസേഷൻ, റിഫ്ലെക്സസ്, അതായത് സംവേദനവും പ്രതികരണവും. നമ്മൾ പറയല്ലോ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മളിപ്പോ ഭയങ്കര ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നത്,
അല്ലെങ്കിൽ നമ്മുടെ തീയിൽ നമ്മൾ കൈ കൊണ്ടുപോകും, പെട്ടെന്ന് നമ്മൾ കൈ വിരല് പിൻവലിക്കുന്നത്, ഇതൊക്കെ എന്താണ് ഓരോ സെൻസിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന റിഫ്ലക്സസ് ആണ് അല്ലെ. നമ്മുടെ ബ്രെയിൻ അങ്ങനെ അതന്നെ സൗമ്യ റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സെൻസേഷൻ റിഫ്ലക്സസ്, പിന്നെ കോർഡിനേഷൻ, കാരണം ബ്രെയിനിൽ നിന്നുള്ള എന്താണ് മെസ്സേജസുകൾ ന്യൂറോൺസ് വഴിയായിട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന കറക്റ്റ് ആയിട്ട് ഉള്ള നമ്മുടെ കോർഡിനേഷൻ, ഗേറ്റ് മീൻസ് നടത്തം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അത് ഈ പറയുന്ന ഓട്ടോ സ്ട്രെങ്ത്തിൽ വരുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പരിശോധന, അസസ്മെന്റുകളാണ് പൊതുവെ നമ്മൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷനകത്ത് നടത്തുന്നത്. ഇപ്പൊ ന്യൂറോളജി വിഭാഗത്തിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റും അല്ലെ. അവരെന്തൊക്കെ ഡോക്ടേഴ്സ് നമ്മൾ ചിലപ്പോൾ കൈ നോക്കാനും കാല് നോക്കാനും അല്ലെ, അതുപോലെ വിരലുകൾ അനക്കാനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് അല്ലെ. ഇത്തരം അതൊന്നും നോട്ട് ചെയ്ത് വെക്കാണ്ട് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കമ്പോണൻസുകളാണ് വരുന്നത്? ഒന്ന് പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്സസ്, കോർഡിനേഷൻ ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. If one of their patients requires surgery, they refer them to a neurosurgeon that requires surgical intervention. അപ്പോ ന്യൂറോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ എന്ത് ചെയ്യുന്നില്ല? സർജറി ചെയ്യാറില്ല. സർജറി ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ന്യൂറോ സർജന്മാരാണ് ചെയ്യുന്നത് കേട്ടോ. ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല? സർജറി ചെയ്യുന്നില്ല. സർജറി ചെയ്യുന്നത് ആരാണ്? ന്യൂറോ സർജൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ ന്യൂറോളജി എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നതാണ്, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലെ. നെഫ്രോളജി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. എന്താണ് പറയുന്നത്? കിഡ്നി. ഓക്കെ, സൗമ്യ, ആന്ധ്ര. ഓക്കെ, ഓക്കെ, ആതിര, സുധീന കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഓക്കെ മഞ്ജു കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു ജോഡി കിഡ്നിയാണ് ഉള്ളത് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഒരു ജോഡി കിഡ്നിയാണ് നമുക്ക് ഉള്ളത്. അപ്പോ ഈ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ശരീരത്തില് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങള്, നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങള്, ഇതിനെയെല്ലാം തന്നെ അരിച്ചു മാറ്റുന്നത് ആരാണ്? നമ്മുടെ കിഡ്നിയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് നമ്മളുടെ അധിക മാലിന്യ ഫിൽട്രേഷൻ നടത്തുന്നത് ആരാണ്? കിഡ്നിയാണ്. അത് മാത്രമല്ല കിഡ്നിയുടെ ഫങ്ഷൻ, വേറെ ഒരുപാട് ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിനറൽസ് ഉണ്ട്, ധാതു ലവണങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബാലൻസ് കറക്റ്റ് ആയിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കുറഞ്ഞു പോയി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരം ധാതു ലവണങ്ങളുടെയൊക്കെ ബാലൻസ് കറക്റ്റ് ആയിട്ട് നിലനിർത്തുന്നതും ആരാണ്? കിഡ്നിയാണ്. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത് കിഡ്നിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള ഫങ്ഷൻസുകളൊക്കെ ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. ഓക്കെ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് കിഡ്നി ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ഫിൽട്രേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ കിഡ്നിക്ക് അകത്ത് ഒരു അരിപ്പയുണ്ട്. ഈ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഒരു അരിപ്പയുണ്ട്. അത് നമ്മൾ നെഫ്രോൺസ് എന്നാണ് പറയുന്നത്. നെഫ്രോൺസ് എന്നാണ് അതിനെ പറയുക. അതുകൊണ്ടാണ് ആ പേരില് നെഫ്രോളജി എന്ന് വരാൻ കാരണം. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേര് പറയുമ്പോൾ നെഫ്രോളജി എന്നാണ് പറയുന്നത് അല്ലെ. എന്നുവെച്ചാൽ കിഡ്നിക്കകത്ത് ഈ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു അരിപ്പയുണ്ട്. അതിന് നമ്മൾ നെഫ്രോൺസ് എന്നാണ് പറയുക. ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നെഫ്രോളജി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കാം. നെഫ്രോളജി ഫോക്കസസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ദാറ്റ് അഫക്ട് ദ കിഡ്നി, including electrolyte disturbance and hypertension.
അതായത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ അസുഖങ്ങളും അസുഖങ്ങളുടെയും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്ന വിഭാഗമാണ് നെഫ്രോളജി. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് ഈ പറയുന്ന പോലെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, അതായത് നമ്മുടെ ധാതു ലവണങ്ങൾ, കിഡ്നിയുടെ ഫംഗ്ഷൻ, ഈ കിഡ്നി ഫെയിലിയർ ആയെന്ന് വിചാരിക്കും. ഇത് സംഭവിക്കും, നമ്മുടെ ശരീരത്തില് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനായിട്ട് തുടങ്ങും, നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടും, അല്ലെ? അതാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ധാതു ലവണങ്ങളുടെ ആ ഒരു ബാലൻസ് അവിടെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും, രക്തസമ്മർദ്ദം കൂടാൻ തുടങ്ങും. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ, ഏതൊരു വാക്കിന്റെ കൂടെ ഹൈപ്പർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൈ ലെവൽ എന്നാണ് അർത്ഥം. ഹൈപ്പർ എന്ന് കേട്ടാൽ ഹൈ ലെവലാണ്, ഹൈപ്പോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ലോ ലെവലാണ് കേട്ടോ. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അല്ലെ? ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം കൂടാനൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ആർ ആൾസോ ക്യാരിഡ് ഔട്ട് ബൈ ദ നെഫ്രോളജിസ്റ്റ്. റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, RRT എന്ന് പറയും. അതുപോലെ റീനൽ എന്ന വാക്ക്, റീനൽ എന്ന വാക്ക് കിഡ്നിയാണ് കേട്ടോ. റീനൽ എന്ന് കേട്ടാൽ കിഡ്നി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ലൈക്ക് ഡയാലിസിസ്, കിഡ്നി തകരാറിലായിട്ടുള്ള ആളുകൾക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷന് നമ്മൾ മറ്റ് ഉപകരണങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. എനിക്ക് ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പഠിക്കാനുണ്ട്, ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോ ഇങ്ങനെയുള്ള ഡയാലിസിസ് പോലെയുള്ള റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, തീരെ കിഡ്നി തകരാറിലായിട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കിഡ്നി മാറ്റി വെക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കിഡ്നി എന്താ പറയാ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള പ്രൊസീജിയറുകളും ഏത് വിഭാഗത്തിൽ ചെയ്യുന്നുണ്ട്, നെഫ്രോളജി വിഭാഗത്തിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഒന്ന് ജസ്റ്റ് കാണിച്ചു നോക്കിയേ നെഫ്രോളജി. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിക്കുന്നതാണ് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇതാണ് ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോ ചിലപ്പോ നിങ്ങൾ നമുക്ക് ഫെമിലിയർ ആവുന്നില്ല, ചിലർക്ക് പറയുന്നുണ്ടാവും. കേട്ടിട്ടുണ്ടോ നിങ്ങള് ന്യൂക്ലിയർ മെഡിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ? ഇനി വേണം ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ആദ്യമായിട്ട് കേൾക്കുന്നതാണോ ന്യൂക്ലിയർ മെഡിസിൻ? ആണോ? കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോ അധികം ഫെമിലിയർ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആദ്യം നമുക്കത് വായിക്കുന്നതിനേക്കാൾ മുമ്പ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. അത് എല്ലാ ഹോസ്പിറ്റലുകളിലൊന്നുമില്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം. പ്രത്യേകിച്ച് നമ്മുടെ ചികിത്സാ രംഗത്തുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു എന്താ പറയാ ചികിത്സാ രീതികളാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിലൂടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോ എന്താണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സർട്ടീൻ എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാം. ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ റേഡിയേഷൻസിനെ പുറത്തു വിടാൻ കഴിവുള്ള എലമെന്റ്സ്, അതാണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ചെറിയ അളവില് നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകളെ ഒന്നെങ്കിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ, രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുക. വളരെ ട്രേസ് എമൗണ്ട് ആണ് കേട്ടോ, വളരെ കുറഞ്ഞൊരു ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു എന്താണ് അളവ് മാത്രമാണ് റേഡിയോ ആക്റ്റീവ് ട്രേസറുകള്. അത് നമ്മുടെ ബോഡിയിൽ വലിയൊരു ഫംഗ്ഷനോ വലിയൊരു ഇഫക്റ്റോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ചെറിയൊരു എമൗണ്ടില് ഒന്നുകിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുകയാണ്.
ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ റേഡിയോ ആക്റ്റീവ് ട്രേസറുകള് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിട്ട് അത് പുറത്തു വിടുന്ന കിരണങ്ങളെ, റേഡിയേഷൻസിനെ നമ്മൾ ചില പ്രത്യേക ക്യാമറകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്തെടുക്കാം. അതിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് സ്കാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അതായത് ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് ട്രേസർ എന്ന് നമുക്ക് പറയാം. അതിനെ നമ്മൾ ഒന്നുകിൽ വായുവിലൂടെ അല്ലെങ്കിൽ വെയിനിലൂടെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കടത്തിവിടുകയും അത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിട്ട് പുറത്തു വിടുന്ന കിരണങ്ങളെ ചില സ്പെഷ്യൽ ക്യാമറകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേക തരം ക്യാമറകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അതായത് ഗാമ ക്യാമറ, PET-CT മെഷീൻ എന്നൊക്കെ പറയും. ഓക്കെ, ഗാമ ക്യാമറ സാധാരണ ക്യാമറയല്ല, ഈ പറയുന്ന ഗാമ ക്യാമറാസ്, PET-CT മെഷീൻസ് ഒക്കെ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ആ കിരണങ്ങൾ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അത് ഇമേജ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും. അതാണ് ഒരു വിഭാഗം, ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്നാണ് പറയുക. ഇനി ഇതിനെ ന്യൂക്ലിയർ മെഡിസിന് തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ സ്കാനിങ്, ഇമേജിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൂടാതെ തെറാപ്പി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് കേട്ടോ. അതെ പെറ്റ് സ്കാൻ ഇല്ലേ, പെറ്റ് സ്കാൻ ഒക്കെ ന്യൂക്ലിയർ മെഡിസിനിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ പറയുന്നത് ഇത് സ്കാനിങ് മാത്രമല്ല, ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമല്ല ഇതിനുള്ളത് കേട്ടോ. അതിന് തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. തെറാപ്പി, ദാറ്റ് മീൻസ് ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന ചില റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ, പ്രത്യേകിച്ച് ബീറ്റാ റേസിനെയൊക്കെ പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമ്മൾ ചില ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, തൈറോയിഡിൽ ബാധിക്കുന്ന ക്യാൻസറുകളുടെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട്, ചെറിയ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ബീറ്റാ റേസിനെയൊക്കെ പുറത്തേക്ക് വിടുന്ന റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ന്യൂക്ലിയർ മെഡിസിന് തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സ്കാനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതുപോലെ തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ആയിട്ട്, തൈറോയിഡ് ക്യാൻസർ, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മെഡിസിൻ എന്നുള്ള രീതിയിലും റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സ്പെഷ്യൽ ക്യാമറകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഗാമ ക്യാമറ, PET-CT മെഷീൻസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നത്, ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, അതായത് നമ്മൾ സാധാരണ ഇപ്പൊ CT സ്കാൻ എടുക്കുക അല്ലെങ്കിൽ MRI സ്കാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലൂടെ കിട്ടുന്നത് ഒരു സ്ട്രക്ചറൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രയുള്ളൊരു സ്ട്രക്ചറൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു ഫങ്ഷണൽ ഇമേജ് ആണ് കിട്ടുന്നത്. സ്ട്രക്ചറലിനേക്കാൾ ഉപരി ഫങ്ഷണൽ ഇമേജ്, അതായത് അത് എങ്ങനെയാണ് ഒരു ഓർഗൻ, ഇപ്പൊ ഒരു കിഡ്നിയുടെ നമ്മൾ എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ കിഡ്നി എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വലത്തെ കിഡ്നി ഇടത്തെ കിഡ്നിയേക്കാൾ എത്ര ശതമാനം വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നില്ല, ആ ഒരു ഫങ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. അതുപോലെ റേഡിയോ ആക്റ്റീവ് ട്രേസറിൽ പോകുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജ് വരുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ആ ഫങ്ഷണൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതെന്ന് പറയുമ്പോൾ സാധാരണ സ്ട്രക്ചറൽ ഇമേജിനേക്കാളും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ഇപ്പൊ അതുപോലെ ലിവറിന്റെ ഒക്കെ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ, അത് എത്ര ശതമാനം, ഏത് രീതിയിലാണ് ലിവർ ഫങ്ഷൻ ചെയ്യുന്നത്, എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫങ്ഷണൽ ഇമേജ് ആണ് നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിലൂടെ ലഭിക്കുന്നത്. അതേസമയം നമ്മളൊരു CT MRI സ്കാൻ ഒക്കെ എടുക്കുമ്പോൾ അതിലൊരു സ്ട്രക്ചറിൽ എന്തെങ്കിലും വാരിയേഷൻ ഉണ്ടോ അത് നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. വേറെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റില്ല. ബാക്കിയുള്ള റേറ്റിംഗ് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. പക്ഷെ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിന് അങ്ങനെയല്ല, കറക്റ്റ് ഫംഗ്ഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എത്രത്തോളം വർക്ക് ചെയ്യുന്നത്, എത്ര പെർസെന്റേജ് ഉണ്ട്, അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാലോ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്. അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ അത് നമ്മൾ ഒന്നുകിൽ വായിലൂടെ അല്ലെങ്കിൽ നമ്മൾ വെയിനിലൂടെ കടത്തി വിടുകയും അത് പുറത്തേക്ക് വിടുന്ന സ്പെഷ്യൽ ക്യാമറകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് നമ്മൾ പറയും.
ഇതേ ന്യൂക്ലിയർ മെഡിസിൻ അത് ഈ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമ്മൾ ചില രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ലൈക്ക് ഈ തൈറോയ്ഡ് ക്യാൻസർ പോലെയുള്ള ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകളുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് വായിച്ച പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. നോക്കാം, ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിങ്. അപ്പൊ രണ്ട് വിഭാഗം ഉണ്ടെന്ന് നമുക്കറിയാം. ഇമേജിങ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്, തെറാപ്പി എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഇവര് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിങ് ദാറ്റ് യൂസസ് സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ടു diagnose and ascertain the severity of or treat a variety of disease including many types of cancers, heart disease, gastrointestinal, endocrine, neurological disorders, and other abnormalities within the body. അപ്പൊ ഇത് ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ പല രോഗങ്ങളെയും ഡയഗ്നൈസ് ചെയ്യാനായിട്ടും അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ്. നോക്കിയേ, മെനി ടൈപ്സ് ഓഫ് ക്യാൻസർ, ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകള്, അതുപോലെ ഹാർട്ടിന് ഹൃദ്രോഗങ്ങള്, പിന്നെ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആയിട്ടുള്ള ഇഷ്യൂസുകള്, എൻഡോക്രൈൻ ഇഷ്യൂസുകള്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റു പല അബ്നോർമാലിറ്റീസുകളെ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കാനും അതിന്റെ ഈ പറയുന്ന ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ ഇമേജിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ യൂസസ് radioactive material called radio pharmaceuticals. കാര്യം നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന എന്താണ് ന്യൂക്ലിയർ ട്രേസർ ഉണ്ടല്ലോ, റേഡിയോ ആക്റ്റീവ് ട്രേസറുകള്, അതിന് നമ്മൾ എന്താ പറയുന്നറിയോ? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. കാര്യം എന്താ? നമ്മളത് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെ? അതുകൊണ്ടാണ് അതിന് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ. അവിടെ നമ്മൾ നോർമലി പറയുന്ന പോലെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്നല്ല നമ്മൾ അവിടെ വിളിക്കാം. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് പർപ്പസിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് അതിനെ പറയാം, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് treated with the nuclear medicine procedures ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഈ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഹൈപ്പർ തൈറോയിഡിസം. അതായത് ഹൈപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ ലെവലാണ്. നമ്മുടെ ശരീരത്തിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, തൈറോയ്ഡ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഇതിന്റെ അളവ് ഭയങ്കരമായി, നമ്മുടെ ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് നമ്മുടെ രക്തത്തില് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് കേട്ടോ. തൈറോക്സിന്റെ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ അളവ് വല്ലാതെ ശരീരത്തിൽ കൂടും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരുപാട് പ്രോബ്ലംസ് വരും, ഹൈപ്പർ തൈറോയിഡിസം. അതുപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസർ, തൈറോയിഡിനെ ബാധിക്കുന്ന ക്യാൻസർ, ലിംഫോമ. ലിംഫോമ എന്ന് പറയുമ്പോഴും ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ് കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ഇമ്മ്യൂണിറ്റിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ ഒക്കെ പോലത്തെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ലിംഫോമ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ, ക്യാൻസർ മൂലം ഉണ്ടാകുന്ന പല എന്താ പറയുക ബോൺ പെയിൻസുകള്, അസ്ഥിവേദനകള്, ഇതിന്റെയൊക്കെ ചികിത്സയ്ക്ക് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൊബാൾട്ട് 60 എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ദാറ്റ് മീൻസ് അതൊരു ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ, അതായത് നമ്മൾ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൊബാൾട്ട് 60 എന്ന് പറയുന്നത് നമ്മൾ ക്യാൻസറിന്റെ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് അലൗ ഡോക്ടേഴ്സ് to track the path of these radioactive traces. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചില സ്പെഷ്യൽ ക്യാമറകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് ട്രേസറിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് ഇതിൽ കൂടെ എങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഡോക്ടേഴ്സിനെ അത് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ചില സ്പെഷ്യൽ ക്യാമറകളുണ്ട്. അതിന് നമ്മൾ ഗാമ ക്യാമറ, HCT മെഷീൻസ് ഒക്കെയാണ് അങ്ങനെയുള്ളതൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. The radioactive tracer is administered to a patient by intravenous injections. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ വായിലൂടെ അല്ലെങ്കിൽ IV ആയിട്ട് വെയിനിലൂടെ നമുക്ക് കടത്തിവിടാം. അപ്പൊ പൊതുവെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഒരു ഹ്യൂമൻ ബോഡിയിലോട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇതിലൂടെയാണ്, IV ആയിട്ടാണ്, ഇഞ്ചക്ഷൻ. ഓക്കെ, ഇൻട്രാവനസ് ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് നമ്മളത് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്.
ഇനി അടുത്ത നോട്ട് ചെയ്യേണ്ട ഭാഗത്താണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ട് and positron emission tomography or PET scans are the two most common imaging modalities in nuclear medicine. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്കാനിങ്ങുകൾ ഇതൊക്കെയാണ് സ്പെക്റ്റും അതുപോലെ തന്നെ പെക്റ്റും കേട്ടോ. ഇതൊക്കെയാണ് സ്പെക്റ്റും പെക്റ്റും. നിങ്ങളുടെ അതിന്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കുന്നു കേട്ടോ. സ്പെക്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഓക്കെ, പെക്റ്റ് എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. പഠിച്ചു വെക്കുന്നതുകൊണ്ടോ സ്പെക്റ്റും പെക്റ്റും സ്കാൻ എന്നൊക്കെ പറഞ്ഞാല് ഏത് വിഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഇമേജിംഗ് മെത്തേഡുകളാണ്? ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ വരുന്ന ഇമേജിംഗ് മെത്തേഡുകളാണ് പെക്റ്റും അതുപോലെ തന്നെ സ്പെക്റ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ ന്യൂക്ലിയർ മെഡിസിനെ പറ്റി? ഒരു ഐഡിയ കിട്ടിയോ? ഇനി ഒന്ന് വായിച്ചു നോക്കി, ന്യൂക്ലിയർ മെഡിസിൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. പെറ്റിന്റെ ഫുൾ ഫോം പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇവിടെ സ്ക്രീനിൽ ഒന്ന് നോക്കി, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഓക്കെ അല്ലേ? വായിച്ചല്ലോ. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം കേട്ടോ. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതാണ്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഓങ്കോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്വയർസ് ആൻഡ് ട്രീറ്റ്സ് all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for the cancerous tumors and blood disorders. കേട്ടോ. ഓക്കെ, എല്ലാ തരത്തിലുള്ള ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കീമോതെറാപ്പി അല്ലെ, റേഡിയോതെറാപ്പി. അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് അതിന്റെ റിമൂവല്, പിന്നെ ഈ പറയുന്ന ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡ് ക്യാൻസർ ഒക്കെ വരില്ലേ, അത്തരത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ്, അത്തരം ഇങ്ങനെയുള്ള എല്ലാ ചികിത്സകളും കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഏത്? ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, this department is usually connected with all the other departments as referrals. Cannot be made when one department cannot diagnose the patient's problem. അപ്പൊ പൊതുവെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഡയഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത പല അസുഖങ്ങളും ഈ പറയുന്ന പോലെ ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത റെഫർ ചെയ്ത് വിടുന്ന കേസുകളാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്നത്. Doctors also carry out tumor removal procedures which are then sent for biopsy to verify whether the tumor is harmful or not. ബയോപ്സി ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബയോപ്സി എന്തിനുള്ള ടെസ്റ്റ് ആണ്? ക്യാൻസർ കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് സർജിക്കൽ ട്യൂമർ റിമൂവൽ സർജറികളും ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് ആവണമെന്നില്ല, ചില ട്യൂമറുകളൊക്കെ ക്യാൻസറസ് ആയിരിക്കും. അപ്പൊ ട്യൂമർ റിമൂവൽ എന്താണ് പ്രൊസീജിയറുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെൻഡ് ടു ദ ബയോപ്സി. ബയോപ്സി ടെസ്റ്റിന് അയച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇറ്റ് ഈസ് ക്യാൻസറസ് ഓർ നോട്ട്, അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബയോപ്സി ടെസ്റ്റിന് വേണ്ടി അയക്കും. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ആ ട്യൂമർ ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇത്രയാണ് ആ വിഭാഗത്തിൽ വരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. The field of oncology has three major areas. ഈ ഓങ്കോളജി എന്ന് പറയുന്ന വിഭാഗം തന്നെ 3 മേജർ ഡിവിഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെയാണ് 3 മേജർ ഡിവിഷൻസ്. ഏതൊക്കെയാന്ന് നോക്കി. ഫസ്റ്റ് വൺ മെഡിക്കൽ ഓങ്കോളജി, ഇതാണ് മെഡിക്കൽ ഓങ്കോളജി. സെക്കൻഡ് വൺ സർജിക്കൽ ഓങ്കോളജി. തേർഡ് വൺ റേഡിയേഷൻ ഓങ്കോളജി. കിട്ടിയോ? അപ്പൊ ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ഫീൽഡുകൾ. ഇനി 3 ഫീൽഡുകൾ ഏതൊക്കെയാണ്? മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ,
എന്താണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിംഗ് കീമോതെറാപ്പി. കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി. മെഡിക്കൽ എന്ന് പറയുമ്പോൾ മെഡിസിൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ചികിത്സ, അതായത് ഇതിന്റെ കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ചികിത്സയെ നമുക്ക് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയും. നെക്സ്റ്റ് വരുന്നതാണ് സർജിക്കൽ ഓങ്കോളജി. സർജിക്കൽ ഓങ്കോളജി എന്തായിരിക്കും? ദ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റീസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. റീസെക്ഷൻ മീൻസ് റിമൂവൽ കേട്ടോ. നമ്മൾ ഈ പറയുന്ന ട്യൂമറുകളുടെ റിമൂവൽ, സർജിക്കൽ റിമൂവലും ബയോപ്സി ഉൾപ്പെടുന്ന ശസ്ത്രക്രിയാ വിഭാഗം, അതായത് നമ്മുടെ ക്യാൻസറിന്റെ ശസ്ത്രക്രിയാ ചികിത്സേനെയാണ് സർജിക്കൽ ഓങ്കോളജി. പണ്ടത്തെ എന്ത് പറയും? സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സിന്റെ സർജിക്കൽ റിമൂവലും പിന്നെ അതിന്റെ ബയോപ്സി ടെസ്റ്റും ഉൾപ്പെടെയുള്ള സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓങ്കോളജിയാണ് നമ്മൾ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റേഡിയേഷൻ ഓങ്കോളജി. നമുക്ക് സർജറിയിലൂടെയും എന്ത് ചെയ്യാം? ക്യാൻസർ ട്രീറ്റ് ചെയ്യാം അല്ലെ. ക്യാൻസറസ് ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ക്യാൻസറിനെ ചികിത്സിക്കാം. പിന്നെ എന്താണ്? മെഡിസിൻ ഉപയോഗിച്ച് ചികിത്സിക്കുന്നതാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയാം. മൂന്നാമത് വരുന്നത് റേഡിയേഷൻ ഓങ്കോളജിയാണ്. എന്തായിരിക്കും? റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ വിഭാഗം അല്ലെ. ഓക്കെ. റേഡിയേഷൻ തെറാപ്പി യൂസസ് കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് regulated doses of high energy radiation to kill the cancer cells. To kill cancer cells. അതായത് ഇവിടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈ എനർജി ഉള്ള റേഡിയേഷൻ, അതും അതിന് വളരെ റെഗുലേറ്റഡ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന ആ ഒരു ചികിത്സാ വിഭാഗമാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് ഓങ്കോളജി 3 വിഭാഗമാണ് കേട്ടോ. ഇതൊക്കെയാണ് മെഡിക്കൽ ഓങ്കോളജി. ദാറ്റ് മീൻസ് കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻസ് ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയെ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നു. പിന്നെ സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സും ബയോപ്സി ടെസ്റ്റും ഉൾപ്പെടെയുള്ള സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓങ്കോളജി കോൾഡ് സർജിക്കൽ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതിനായിട്ട് ഹൈ എനർജി റേഡിയേഷൻസിനെ കൺട്രോൾഡ് മാനറിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സയെ നമുക്ക് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത്, ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ്, ഓക്കെ അല്ലേ? സ്ലൈഡിൽ അടുത്തതാണ് ഒഫ്താൽമോളജി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒഫ്താൽമോളജി. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. നോക്കുക, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഓഫ് അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഉണ്ടാകുന്ന നേത്ര സംബന്ധമായിട്ടുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് നമുക്ക് ഒഫ്താൽമോളജി എന്ന് പറയാം. എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയേ. നഴ്സ് സർവീസസ് ഇൻക്ലൂഡ്, ഇതൊക്കെയാണ് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്. സാധാരണ പൊതുവെ ഉള്ള എന്താണ് ഈ പറയുന്ന കണ്ണ് പരിശോധനകൾ അല്ലെ, ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സുകൾ, നമ്മൾ കണ്ണ് സംബന്ധമായിട്ടുള്ള പൊതുവെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ ലേസർ ട്രീറ്റ്മെന്റ്. ഇത് ലേസർ ട്രീറ്റ്മെന്റ് എന്നൊക്കെ നിങ്ങൾ പരസ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റിലൂടെ അത് ചികിത്സിക്കാം. കണ്ണട വെക്കേണ്ട ആവശ്യം വരില്ല അല്ലെ. കണ്ണട വെക്കാതെ തന്നെ നമുക്ക് എന്താണ് ആ കാഴ്ചയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ലേസർ ട്രീറ്റ്മെന്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു വിഭാഗം എന്ന് നോക്കിയേ, ഒപ്റ്റോമെട്രി. അതറിയാൻ കേട്ടിട്ടുണ്ടാവില്ല. ഒപ്റ്റോമെട്രി എന്താണ് ഈ ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി
ഹെൽത്ത് കെയർ ആണ് കേട്ടോ. ഒരു പ്രൈമറി ഹെൽത്ത് കെയർ ഒപ്റ്റോമെട്രിസ്റ്റ് എന്നൊക്കെ പറയും. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു പാരാമെഡിക്കൽ കോഴ്സ് പോലെയുള്ള ഒന്നാണ് കേട്ടോ. അതായത് ഒരു BSc ഒപ്റ്റോമെട്രി ഉണ്ട്. അതായത് അത് MBBS അല്ല. MBBS ഉള്ളതിന് നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്നാണ് പറയാ. ഇത് ഒരു എന്താ പറയാ ഒരു ഗ്രാജുവേഷൻ ലെവൽ പോലുള്ള ഒരു കോഴ്സാണ്, പ്രൊഫഷണൽ കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ പ്രൈമറി ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന കണ്ണിന്റെ പരിശോധനകളും പിന്നെ വിഷൻ കറക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. കണ്ണ് സംബന്ധം പ്രത്യേകിച്ച് നമ്മള് ഈ ഒഫ്താൽമോളജിസ്റ്റിനെ തന്നെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ പരിശോധിച്ച് ഐഡ്രോപ്സുകളൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അതുപോലെ നമ്മള് കണ്ണട സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെക്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ അവര് നമ്മളുടെ കണ്ണിന്റെ പവർ ഒക്കെ നോക്കുന്നത്, അതായത് ഇത്ര ലെൻസിന്റെ പവർ ഒക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് തരുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. അവർ ഒഫ്താൽമോളജിസ്റ്റുകളല്ല. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ ശരിക്കും MBBS ആണ്. ഓക്കെ, MBBS ആയിട്ടുള്ള അവരെന്ന് പറയുമ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കണ്ണുകളുടെ പരിശോധന, സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സർജറിയോ അങ്ങനെയുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ പ്രൈമറി ഐ കെയർ എക്സാമിനേഷൻസും മറ്റുമാണ് ഒപ്റ്റോമെട്രിസ്റ്റ് കൊടുക്കുക. ലൈക്ക് കണ്ണിലിപ്പം ഈ പറയുന്നത് ഐബ്രോസ് സജസ്റ്റ് ചെയ്യുക, അതുപോലെ ലെൻസിന്റെ പവർ നോക്കുക, കണ്ണട സജസ്റ്റ് ചെയ്യുന്നതും അതൊക്കെ കൊടുക്കുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. അതാണ് അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ അതിൽ വളരെ MBBS ബിരുദമാണ്. അതുകൊണ്ട് തന്നെ അതിൽ സർജറിയും അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നത് ഒഫ്താൽമോളജിസ്റ്റുകളാണ് കേട്ടോ. ജസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാൽ മതി. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ആ ഒരു വിഭാഗമുണ്ട്. പിന്നെ വരുന്നതാണ് ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യണം. ഓർത്തോപ്റ്റിസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റും. ഓർത്തോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർത്തോ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ബോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് അങ്ങനെ തെറ്റിപ്പോകരുത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? They are the experts in diagnosing and treating the defects in eye movement and problems with how the eye work together called binocular vision. അതായത് നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയാ? ഓർത്തോപ്റ്റിസ്റ്റ്. ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ ബോൺ സംബന്ധമായിട്ടെന്ന് പോയി എഴുതരുത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരു എന്താണ് അതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെയാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ചില ആളുകളുടെ കണ്ണുകൾ അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന്റെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായി, കൃഷ്ണമണിയുടെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല അവർ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് പറയാം, അതായത് ബൈനോക്കുലർ വിഷനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, ദ്വിനേത്ര ദർശനം. ഇപ്പൊ നമ്മള് ഓക്കെ സ്ക്വീൻഡ് അതെ, അതായത് നമ്മൾ ഒരു വസ്തുവിനെ രണ്ട് കണ്ണുകളും നമ്മൾ ഒരേ വസ്തുവിന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത് അല്ലെ. നിങ്ങൾ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരു കണ്ണടയ്ക്കാം, ലെഫ്റ്റ് കണ്ണടച്ച് വെച്ച് റൈറ്റ് കണ്ണോട് നോക്കാം, പിന്നെ റൈറ്റ് കണ്ണടച്ച് വെച്ച് ലെഫ്റ്റ് കണ്ണോട് നോക്കുക. രണ്ടിലും ഡിസ്റ്റൻസ് വ്യത്യാസമില്ലേ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഇല്ലേ? വ്യത്യാസമില്ലേ? ഉണ്ടാവും, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഉണ്ട്, ഭാഗ്യം എനിക്ക് മാത്രമാണ് അതിന്റെ പ്രശ്നം എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്ക് ചെയ്ത് നോക്കാറില്ല, ഇടയ്ക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓൾറെഡി കണ്ണിന് പ്രോബ്ലം ഉള്ള ആളാണ്. അപ്പൊ ഞാനിനി നിങ്ങൾ ഓക്കെ പറഞ്ഞത് ഈശ്വരൻ എന്ത് മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ റൈറ്റ് ഐയിലൂടെ കാണുന്നതും ലെഫ്റ്റ് ഐയിലൂടെ കാണുന്നതും ആ ഡിസ്റ്റൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഈ നമ്മൾ ഈ രണ്ട് കണ്ണുകള് ഒരേ ഒരു ഒബ്ജക്റ്റില് ഫോക്കസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മൾക്ക് അതിന്റെ ഒരു 3D അല്ലെ പിക്ചർ ആയിട്ട് ഡിസ്റ്റൻസും ആ ഒരു ആംഗിൾ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ ഒരു ബൈനോക്കുലർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ,
അപ്പൊ ഈ ഒരു നേത്ര ചലന വൈകല്യം ഉള്ളവരെ സംബന്ധിച്ച് അവർ കറക്റ്റ് ആയിട്ടായിരിക്കില്ല ഒരു ഒബ്ജക്റ്റിനെ അവർ കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ ഡിസ്റ്റൻസും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നേത്ര ചലന വൈകല്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ വേർഡ് ഓർത്തോപ്റ്റിക് comes from the Greek words orthos. നോക്കാം ആ വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ്. ഏത് ഗ്രീക്ക് വേർഡ് ആണെന്ന് അറിയാം? ഓർത്തോസ്. ഓർത്തോസ് മീൻസ് എന്താണെന്ന് അറിയാം? സ്ട്രെയിറ്റ്, നേരായത്, നേരെയുള്ളത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പിന്നെ ഒപ്റ്റിക്കോസ്. ഒപ്റ്റിക്കോസിന്റെ മീനിങ് എന്താണെന്നറിയോ? വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അതൊന്ന് യോജിപ്പിച്ച് പറഞ്ഞേ. ഓർത്തോപ്റ്റിക്, ഓർത്തോസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ്, നേരായത് അല്ലെ. ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു സൈറ്റ്. അപ്പോ നേരായിട്ടുള്ള ശരിയായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്ത്? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത്. നേരായ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ അതിൻ്റെതായ കറക്റ്റ് അതിന്റെ ഒരു 3D എന്താണ് പറയാ ഇമേജ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു നേരായ വിഷനുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് വരുന്നത് ഒഫ്താൽമിക് ഇമേജിംഗ് ആണ്. ഒഫ്താൽമിക് ഇമേജിംഗ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് ഡീറ്റെയിൽഡ് ഇമേജസ് to support the diagnosis and treatment of a range of eye conditions. നമ്മുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള ചികിത്സകൾക്കും അതുപോലെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് അതിന് ഇമേജുകൾ അല്ലെ, അതിന്റെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് പ്രൊസീജിയറിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്നാണ് അതിന് പറയാ കേട്ടോ. നമ്മളിപ്പോ എക്സ്റേ സ്കാനിംഗ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള ചികിത്സകൾക്കും ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് അതിന്റെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു ഇമേജിങ്ങിനെ നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പല കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഒഫ്താൽമോളജി എന്താണ്, എന്തൊക്കെ സർവീസുകളാണ് അവർ കൊടുക്കുന്നത്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, ബേസിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒപ്റ്റോമെട്രി, ഒപ്റ്റോമെട്രി എന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതൊരു പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് കേട്ടോ. വലിയ കണ്ണ് സംബന്ധമായിട്ടുള്ള വലിയ വലിയ സർജറിയോ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നത് പ്രൈമറി ആയിട്ടുള്ള പരിചരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബൈനോക്കുലർ വിഷൻ, ത്രിനേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒറിജിൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഒഫ്താൽമിക് ഇമേജിംഗ് മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ എല്ലാവർക്കും? വായിച്ചു നോക്കിയേ, ഒഫ്താൽമോളജി ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് നോക്കുന്നതെന്നോ? ഏതിന്റെയാണ്? ഒഫ്താൽമോളജിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഒപ്റ്റോമെട്രി, ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കണ്ണിന് ഐ ഡ്രോപ്സ് ഒഴിക്കുക, അതുപോലെ നമ്മൾ കണ്ണിന്റെ പരിശോധനകൾ നടത്തി നമുക്ക് ഈ ലെൻസ് സ്പെക്സിന്റെ ഒക്കെ പവറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അവര് വളരെ പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് ആണ് കേട്ടോ. പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് ആണ് എന്ന് വെച്ചാൽ പ്രൈമറി ട്രീറ്റ്മെന്റുകൾ മാത്രമാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ
കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും മറ്റൊക്കെ കൊടുക്കുന്നത് അത് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അത് ഒഫ്താൽമോളജിസ്റ്റ്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് അതൊരു MBBS ഒന്നും അല്ല, അതൊരു നോർമൽ ഒരു BSc ഒപ്റ്റോമെട്രി എന്നൊക്കെ പറയുന്ന ഒരു കോഴ്സ് ആണ്. ഓക്കെ, അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. അതിന് ഈ പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സിനെയാണ് ഒപ്റ്റോമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ബിന്ദുജിക്ക് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വിഭാഗമാണ് ഓർത്തോപീഡിക്സ് കേട്ടോ. അറിയാലോ ഓർത്തോപീഡിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ബോൺസ് അല്ലെ, ബോൺസ്, മസിൽസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം അല്ലെ, നമ്മുടെ അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് ഓർത്തോപീഡിക്സ് എന്ന് പറയാം അല്ലെ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, അതായത് നമ്മുടെ അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ഓർത്തോപീഡിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, that includes എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? that includes ട്രീറ്റിംഗ് ബോൺസ് അല്ലെ, ബോണുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ബോൺസ്, അതുപോലെ മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കും. ബോൺസ് എന്ന് പറയുമ്പോൾ അറിയാലോ അസ്ഥികളാണ് കേട്ടോ, മസിൽസ് പേശികള്, ടെൻഡനും ലിഗമെന്റും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടെൻഷൻ എന്ന് പറഞ്ഞാല് അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അതായത് ബോൺ ടു മസിൽ കണക്ഷൻ ആണ് എന്ത് ടെൻഷൻ എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ബോൺ ടു മസിൽ, അസ്ഥികളെ പേശികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ടെൻഷൻസ് ബോൺ ടു മസിൽ ആണ് കേട്ടോ. ബോൺ ടു മസിൽ, ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ടിഷ്യൂനെയാണ് ടെൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലിഗമെന്റ്സ്. ഓക്കെ, ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബോൺ ടു ബോൺ കണക്ഷൻ ആണ്, ബോൺ ടു ബോൺ ആണ്, അതായത് അസ്ഥിയുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന ആ ഒരു ടിഷ്യൂനെയാണ് നമ്മൾ ലിഗമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ടെൻഷൻ എന്ന് പറയുമ്പോൾ ബോൺ ടു മസിൽ കണക്ഷൻ ആണ് ടെൻഷൻ, ബോൺ ടു ബോൺ കണക്ഷനെയാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. മജ്ജ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, മജ്ജ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ടിഷ്യൂ ആണ്. അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. മജ്ജയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്, നോക്കിയിട്ട് ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടെൻഷൻ എന്ന് പറയുമ്പോൾ ബോൺ ടു മസിൽ കണക്ഷൻ ആണ്. ഓക്കെ, ബോൺ ടു ബോൺ കണക്ഷനെയാണ് നമ്മൾ ലിഗമെന്റ് എന്ന് പറയുന്നത് കേട്ടോ, ലിഗമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഏത് വിഭാഗത്തിലാണ് ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, അതായത് നമ്മുടെ ഇടുപ്പലൊക്കെ ഇടുപ്പലിന്റെ ഭാഗത്തുണ്ടാവുന്ന ആ ഒരു ഹിപ്പ് റീപ്ലേസ്മെന്റ്, അതുപോലെ തന്നെ നീ ക്യാപ്പ്, നമ്മുടെ മുട്ട് മാറ്റി വെക്കുന്നില്ലേ, ഇങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റുകളൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി other outpatient services also include treating fractures and dislocated joint. അറിയാലോ, നമ്മളിപ്പോ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റുകൾ അല്ലെ, ജോയിന്റുകൾക്ക് എന്തെങ്കിലും തേയ്മാനങ്ങളൊക്കെ സംഭവിക്കാം, ഡിസ്ലൊക്കേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓർത്തോപീഡിക്സ് ഒന്ന് വായിച്ചു കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഇതാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇതാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത് പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. നിയോനാറ്റോളജി, നിയോ എന്ന് പറയുമ്പോൾ ന്യൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നിയോനാറ്റോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂ ബോൺ ബേബീസ് കേട്ടോ, നവജാത ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. അതായത് പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിഭാഗമാണ്, നിയോനാറ്റോളജി എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ഓക്കെ, നോക്കാം. The Department of General Pediatrics provided comprehensive outpatient and inpatient care for the sick infants and children. കേട്ടോ, അതായത് അസുഖബാധിതരായിട്ടുള്ള കുട്ടികള്, അതുപോലെ നവജാത ശിശുക്കള്, ഇവർക്ക് വേണ്ട ഔട്ട്പേഷ്യൻ ഇൻപേഷ്യൻ സേവനങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് നിയോനാറ്റോളജി എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നിയോനാറ്റോളജി ഈസ് എ സബ്സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു ഉപവിഭാഗമാണ് ഇത് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊവൈഡ്സ് മെഡിക്കൽ കെയർ ടു ദ ന്യൂ ബോൺ ചൈൽഡ്, എസ്പെഷ്യലി ദ ഇൽ ഓർ പ്രിമച്വർ ന്യൂ ബോൺ ഇൻഫന്റ്. കണ്ടോ, അപ്പൊ നിയോനാറ്റോളജി ഈസ് എ സബ്സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു ഉപവിഭാഗമാണിത് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. That provides medical care to the newborn child, especially the ill or premature newborn infant. അതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ന്യൂബോൺ ബേബീസ് അല്ലെ, നവജാത ശിശുക്കൾക്കും അതുപോലെ തന്നെ പ്രിമച്വർ ന്യൂബോൺ ഇൻഫന്റ്, അതായത് ഈ മാസം തികയാതെയൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ പരിചരണങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, it is hospital based speciality and is usually practiced in neonatal intensive care unit. അതാണ് it is hospital based speciality. ഇതൊരു hospital based ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണ്. കാര്യം എന്താണ്? it is usually practiced in neonatal intensive care unit. അതൊരു neonatal intensive care unitലൂടെയാണ് നമ്മൾ ആ ഒരു ചികിത്സ കൊടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഭാഗം കുട്ടികൾ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് അവർക്ക് പരിചരണങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? മെഡിക്കൽ കെയർ ഇസ് ഗിവൺ ടു ബേബീസ് ഹു ആർ പ്രിമച്വർ ആൻഡ് ലോ ബർത്ത് വെയിറ്റ്. അതായത് ഈ മാസം തികയാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രിമച്വർ ബേബീസ്, അതുപോലെ തന്നെ ഇതിന് ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ജനിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര ശരീരഭാരമില്ലാത്ത കുഞ്ഞുങ്ങള്, അതുപോലെ വിത്ത് ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. അതാണ് ഈ പ്രിമച്വർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ യൂട്രസിൽ ഇരിക്കുമ്പോഴേ തന്നെ വളർച്ചാ മുരടിപ്പുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ വളർച്ചാ മുരടിപ്പുള്ള കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ ബർത്ത് ഡിഫക്റ്റുകള്, ഇതാണ് ബർത്ത് ഡിഫക്റ്റുകള്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിചരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ട മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. Pediatric surgery is the department that deals with all surgical conditions from birth to the age of 15 years. കേട്ടോ, അപ്പൊ ഒരു പീഡിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ it is the department that deals with all surgical conditions from birth to the age of 15 years. അതായത് ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. പീഡിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ അതില് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു 4 ഡിപ്പാർട്ട്മെന്റുകളും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അവസാനിക്കും. 4 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും കൂടെ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചത് നെഫ്രോളജി, പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി, അതിന്റെ 3 വിഭാഗങ്ങള്,
പിന്നെ ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി. അത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിച്ചത്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ മുരടിപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മുരടിക്കില്ലേ, വളർച്ചയില്ലാതെ വരുന്ന ഒരു അവസ്ഥ കേട്ടോ. അതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. Happy New Year. Happy New Year, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വർഷം, അടുത്ത വർഷം കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് അശ്വതി മിസ്സിന്റെ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു.